Hello friends, today we are discussing about the topic recruitment and selection. First of all, we are thinking about the first topic, recruitment. What do you mean by recruitment? Recruitment എന്ന് പറയുന്ന വേർഡ് നമ്മൾ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് പല സാഹചര്യങ്ങളിൽ കേൾക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായ തോട്ട്സ് അത് എക്സാക്റ്റ് അല്ല ആസ് എ മാനേജ്മെന്റ് ഓർ എ കൊമേഴ്സ് സ്റ്റുഡൻറ് എന്ന പോയിന്റ് ഓഫ് വ്യൂ. പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ എടുക്കുന്ന ആ ആക്ടിവിറ്റിയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അതൊട്ട് പൂർണ്ണമായിട്ട് ശരിയുമല്ല. കാരണം ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ എടുക്കുന്ന ആക്ടിവിറ്റിയുടെ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഏതിനകത്ത് നടക്കുന്നില്ല? റിക്രൂട്ട്മെന്റിനകത്ത് നടക്കുന്നില്ല. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ റിക്രൂട്ട്മെന്റിനകത്ത് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. സോ വി ആർ ബിഗിൻ വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് റിക്രൂട്ട്മെന്റ്. അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ, recruitment is the process of searching the candidate for employment and stimulating them to apply for job in the organizations. അതായത് ഒരു ഓർഗനൈസേഷനിൽ വേക്കൻസി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഓർഗനൈസേഷൻ ചെയ്യുന്നതായ ആക്ടിവിറ്റി ആണ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓർഗനൈസേഷൻ ആ എൻവയോൺമെന്റിൽ, അതായത് ബിസിനസ് ഏത് എൻവയോൺമെന്റിലാണോ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ എൻവയോൺമെന്റിൽ ആ ബിസിനസ്സിൽ ഏത് വേക്കൻസി ആണോ ഒക്കെ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ വേക്കൻസി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ളതായ എംപ്ലോയീസ് ആരെല്ലാമാണ് എന്ന് സെർച്ച് ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് നടക്കുന്നത്, റിക്രൂട്ട്മെന്റിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് is the process of searching the candidate for employment. Searching of candidate for employment. അപ്പം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരെയാണ് സെർച്ച് ചെയ്യുന്നത്? ആ ജോലി ചെയ്യാനായിട്ട് ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ള, സ്കില്ലുള്ള, കേപ്പബിലിറ്റി ഉള്ള ആളെയാണ് സെർച്ച് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളതായ ആൾക്കാർ ആരെല്ലാമാണ് എന്ന സെർച്ചിങ് ആക്ടിവിറ്റി ആണ് റിക്രൂട്ട്മെന്റിനകത്ത് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ തരത്തിൽ നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ. അവരെ പ്രേരിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു? ആ ഓർഗനൈസേഷനിലെ വേക്കന്റ് പൊസിഷനിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വേക്കന്റ് പൊസിഷനിലെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? റിക്രൂട്ട്മെന്റിനകത്ത് വരുന്നത്. സോ ഡെഫിനിഷൻ നമുക്കൊന്നുകൂടെ നോക്കാം. അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ, is the process of searching the candidate for employment and stimulating them to apply for job in the organization. That is known as recruitment. റിക്രൂട്ട്മെന്റിന് പ്രധാനമായിട്ടും രണ്ട് സോഴ്സസ് ആണുള്ളത്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതെന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷന്റെ അകത്ത് നിന്ന് തന്നെ എംപ്ലോയീസിനെ കണ്ടെത്തുന്നതായ രീതിയെയാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ അകത്തു നിന്ന് തന്നെയാണ് എംപ്ലോയീസിനെ കണ്ടെത്തുന്നതെങ്കിൽ അങ്ങനെയുള്ളതായ കണ്ടെത്തലിന് ഡിപ്പെൻഡ് ചെയ്യുന്നതായ സോഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 ഇന്റേണൽ സോഴ്സസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രസന്റ് എംപ്ലോയീസ്, അതായത് ആ ഓർഗനൈസേഷനിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതായ എംപ്ലോയീസ്, അവരാണ് ഫസ്റ്റ് ഇന്റേണൽ സോഴ്സ്. ഈ സോഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയിയെ ആ ഓർഗനൈസേഷനിൽ തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ സിമിലർ ലെവലിലേക്ക് വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വേക്കൻസി വരുമ്പോൾ, സിമിലർ ലെവലിലുള്ളതായ വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വേക്കൻസി വരുമ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ അത് ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഓർഗനൈസേഷനിൽ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഹൈറാർക്കിയൽ ലെവലിനേക്കാൾ മുകളിലുള്ള ഒരു ലെവലിൽ വേക്കൻസി വരുമ്പോൾ ആ എംപ്ലോയിയെ ആ ഹയർ ലെവലിലേക്ക് പ്രമോഷനിലൂടെ എത്തിച്ചാലും അതെന്താണ്, അവിടെ നമ്മൾ ആ വേക്കൻസി ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ തരത്തിൽ രണ്ട് പോയിന്റ്സ് ആണ് ഏതിനകത്തുള്ളത്, പ്രസന്റ് എംപ്ലോയീസിനകത്ത് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊമോഷൻ. സോ ഈ ട്രാൻസ്ഫറും പ്രൊമോഷനും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസിനെ കൊണ്ട് തന്നെ ഓർഗനൈസേഷനിലെ ജോബ് വേക്കൻസീസ് നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്നു. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഇന്റേണൽ സോഴ്സ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എംപ്ലോയീസ് റഫറൻസ്. എംപ്ലോയീസ് റഫറൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവര് വർക്ക് ചെയ്യുന്നതായ ഓർഗനൈസേഷനിൽ വരുന്നതായ വേക്കൻസികളിലേക്ക് അവരുടെ റിലേറ്റീവ്സിനെയോ കസിൻസിനെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ പ്രിഫർ ചെയ്യാനായിട്ട് കാണും. അങ്ങനെയുള്ളതായ റെഫറൻസ് എംപ്ലോയീസ് കൊടുക്കും. അതായത് ഓർഗനൈസേഷൻ ഒരു വേക്കൻസി വരുമ്പോൾ എൻ്റെ ഇന്നാരുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇന്ന ഫ്രണ്ട് ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള ക്വാളിഫൈഡ് പേഴ്സൺ ആണ് എന്ന് ഉള്ള ഇൻഫർമേഷൻ ആര് കൊടുക്കാൻ സാധ്യതയുണ്ട്, എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് കൊടുക്കുകയും ആ എംപ്ലോയീസ് പറയുന്നതനുസരിച്ച് ഈ കസിൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ ആ പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എംപ്ലോയീസ് റഫറൻസ് എന്ന് പറയുന്നത്. Then the next one, third one എന്ന് പറയുന്നത് ഫോർമർ എംപ്ലോയീസ്. അതായത് ഓർഗനൈസേഷനിൽ തങ്ങളുടെ ജോലികൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓർഗനൈസേഷനിൽ നിന്ന് റിട്ടയർ ആയി പോയതോ VRS എടുത്തു പോയവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഓർഗനൈസേഷനിലെ ജോലിയിൽ നിന്ന് വിരമിച്ച് മാറി നിന്നവരോ ആയ എംപ്ലോയീസിനെ പലപ്പോഴും ഓർഗനൈസേഷൻ തിരിച്ചു വിളിക്കാറുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് തിരിച്ചു വരാം. ഫുൾ ടൈം എംപ്ലോയ്മെന്റിലേക്ക് വേണമെങ്കിലും വരാം, ഇല്ലെങ്കിൽ പാർട്ട് ടൈം എംപ്ലോയ്മെന്റിലേക്കും വേണമെങ്കിൽ വരാം എന്നുള്ള ഓപ്ഷൻ ഓർഗനൈസേഷൻ ആർക്ക് കൊടുക്കാറുണ്ട്, ഈ തരത്തിലുള്ളതായ ഓർഗനൈസേഷനിലെ മുൻകാല വർക്കേഴ്സിന് കൊടുക്കാറുണ്ട്. സോ അങ്ങനെ മുൻകാല വർക്കേഴ്സ് ഓർഗനൈസേഷനിലേക്ക് വരുന്നതായ ഓർഗനൈസേഷനിലെ മുൻകാല വർക്കേഴ്സ് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർമർ എംപ്ലോയീസ് എന്ന് പറയുന്നത്. Then the next one എന്ന് പറയുന്നത് പ്രീവിയസ് ആപ്ലിക്കൻസ്. ഇത് പ്യുവർലി ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ല, എന്നാലും നമ്മൾ പ്രീവിയസ് ആപ്ലിക്കൻസിനെയും നമ്മൾ ഏതിനകത്താണ് കൺസിഡർ ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനകത്താണ് കൺസിഡർ ചെയ്യുന്നത്. പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലേക്ക് വേക്കൻസി ഒക്കർ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പലരും ഓർഗനൈസേഷനിലെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഏതെങ്കിലും ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തപ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്തപ്പോഴോ വല്ലതും അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കാം. ആ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്ന് നമ്മൾക്ക് വന്നിരിക്കുന്നതായ പ്രസന്റ് ജോബിന് എംപ്ലോയീസിനെ കണ്ടെത്തുന്നതായ രീതിയെ ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. സോ ഈ തരത്തിൽ 4 ഇന്റേണൽ സോഴ്സസ് ആണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്റ്റേണൽ സോഴ്സസ്. ഓക്കേ, നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിനകത്ത്
ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ്. അതായത് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമ്മളിവിടെ എംപ്ലോയീസിനെ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ഓർഗനൈസേഷന്റെ പുറത്തു നിന്നാണ് കണ്ടെത്തുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ അഡ്വർടൈസ്മെന്റ്. അതായത് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു? അവിടെ വന്നിരിക്കുന്നതായ വേക്കൻസീസിനെ കുറിച്ചുള്ളതായ ഇൻഫർമേഷൻസ് മീഡിയാസിൽ പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ മീഡിയാസിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അവര് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എടുക്കുന്നു. അവർക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അൺസോളിസിറ്റഡ് ആപ്ലിക്കൻസ്. അതായത് ജോബ് സീക്കേഴ്സ് ആയിട്ടുള്ള പേഴ്സൺസ്, അതായത് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായ ആൾക്കാര്, അവര് വേക്കൻസി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവരുടെ റെസ്യൂമുകൾ, അവരുടെ കോളുകൾ, അവരുടെ നേരിട്ടുള്ള എൻക്വയറീസ് പലപ്പോഴും പല ഓർഗനൈസേഷൻസിലും ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ റെസ്യൂം അയച്ചു കൊടുത്തിരിക്കുന്നവരോ കോൾ ചെയ്തിരിക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻഫർമേഷൻസ് ആ ഓർഗനൈസേഷനിൽ ഒരു ഡേറ്റാബേസ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയും ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ഈ ഡേറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുത്ത് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്സ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഓർഗനൈസേഷൻസ് നേരിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്തുകയും, അതായത് ഓർഗനൈസേഷൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ് നേരിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്തുകയും അവര് അവിടെ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ തങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലേബർ കോൺട്രാക്ടേഴ്സ്. ലേബർ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതായ ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്നതായ ഇൻഡിവിജ്വൽ പേഴ്സൺസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഫേംസ് അവൈലബിൾ ആണ്. ആ തരത്തിലുള്ളതായ പേഴ്സൺസിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ നിന്ന് നമ്മളുടെ ബിസിനസ് കൺസേൺസിന് ആവശ്യമായ പേഴ്സൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തരത്തില് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. മോസ്റ്റ് പ്രോബബ്ലി ലേബർ കോൺട്രാക്ടേഴ്സ് ഒക്കെ വരുന്നത് അത്ര സ്കിൽഡ് വർക്കിംഗ് ആക്ടിവിറ്റിയിലേക്ക് ആയിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം കൺസ്ട്രക്ഷൻ വർക്കിന് ലേബർ കോൺട്രാക്ടേഴ്സിനെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഇത്ര മൈക്കാട്, ഇത്ര മേസ്തിരി ഒക്കെ വേണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ലേബർ കോൺട്രാക്ടേഴ്സ് നമുക്ക് അവരെ സപ്ലൈ ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാഷ്വൽ കോളേഴ്സ്. കാഷ്വൽ കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ ഓരോ ജോലികൾക്ക് റിക്വയർമെന്റ് വരുമ്പോൾ നമ്മൾ സാധാരണ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ സ്ഥിരം എംപ്ലോയീസ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന് പല ബേർഡൻസും അവരിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് പെൻഷൻ കൊടുക്കണ്ട, അവർക്ക് മറ്റ് ഫ്രഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കണ്ട, വർക്കില്ലാത്ത സമയങ്ങളിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? സാലറി കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം അവരൊരു ഫുൾ ടൈം എംപ്ലോയി അല്ല. എന്നാൽ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും അഡീഷണൽ വർക്കുകൾ ഓർഗനൈസേഷനിലെ ഫുൾ ടൈം എംപ്ലോയീസിനെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലും അഡീഷണൽ വർക്കുകൾ വരുമ്പോൾ ആ വർക്കിന്റെ നേച്ചറിനനുസരിച്ച് നമ്മൾ അവരെ വിളിക്കും. പല ഓർഗനൈസേഷൻസും ഈ തരത്തില് റെഗുലർ ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കാറുണ്ട്. ഇപ്പൊ പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, അതൊക്കെ ഈ കാഷ്വൽ കോളേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നവരാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ, റിലേറ്റീവ്സിന്റെ
റെക്കമെൻഡേഷൻസിലൂടെ പലപ്പോഴും നമുക്ക് എന്ത് വരാറുണ്ട്? എംപ്ലോയീസിന്റെ ഇൻഫർമേഷൻസ് വരാറുണ്ട്. Then the next one, recruiting agencies. നമുക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിന് ഉള്ളതായ HR കൺസൾട്ടിംഗ് ഫേംസ് ഇന്ന് അവൈലബിൾ ആണ്. വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവര് പലപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ളതായ റിക്രൂട്ടിംഗ് ഏജൻസീസിനെ ഏൽപ്പിക്കാറുണ്ട്. നമ്മൾ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പറയുന്നതിനകത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനകത്ത് 3 എണ്ണം ഉള്ളതിനകത്ത് തേർഡ് പാർട്ടി മെത്തേഡിനകത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ വേറെ ഒരാളെ ഏൽപ്പിക്കുന്നു. സോ അങ്ങനെയുള്ളതായ പ്രൊഫഷണൽ ഏജൻസീസ്, അതായത് അഡ്വർടൈസിംഗ് ഏജൻസീസ് അഡ്വർടൈസിംഗ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഈ റിക്രൂട്ടിംഗ് ഏജൻസീസ് റിക്രൂട്ടിംഗ് ആക്ടിവിറ്റി കമ്പനിക്ക് വേണ്ടിയിട്ട് ക്യാരി ഔട്ട് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഒന്നാണ് ട്രേഡ് യൂണിയൻ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷനിലെ യൂണിയൻ പലപ്പോഴും പലരെയും ഓർഗനൈസേഷനിലെ ജോലികൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അവര് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ്. ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കുടിയിറക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണും. For example, take the case of Info Park in Kakanad, Ernakulam. ആ ലാൻഡ് മുഴുവൻ അക്വയർ ചെയ്ത് അത് ഈ ഇൻഫോ പാർക്കിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരെ അവിടെ നിന്ന് അവർക്ക് ഈ പറയുന്നതായ അവരുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്തതായ ലാൻഡിന്റെ വാല്യൂ കൊടുത്ത് അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. ഇങ്ങനെയുള്ളതായ പേഴ്സൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ളതായ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസിനെ കരുതേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഓർഗനൈസേഷൻസിന് ഉണ്ട്. അത് അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫാക്ടർ കൂടി ആണ്. സോ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ലിസ്റ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ ആവശ്യം വരുമ്പോൾ നമ്മൾ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ്. മോസ്റ്റ് പ്രോബബ്ലി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ സിമിലർ ഓർഗനൈസേഷനിൽ നിന്ന് കോമ്പറ്റീറ്റേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ സിമിലർ ഓർഗനൈസേഷൻ എന്ന് പറയാം. കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സിമിലർ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ കേസ് ഓഫ് പൈലറ്റ്സ്. ഓക്കെ, ഒരു എയർലൈൻസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായ പൈലറ്റ്സിനെ മറ്റ് എയർലൈൻ കമ്പനികൾ പിക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടേക്ക് ദ കേസ് ഓഫ് ഡോക്ടേഴ്സ്. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ തൊട്ടടുത്ത ഹോസ്പിറ്റലുകാർ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ സാലറി ഓഫർ ചെയ്തുകൊണ്ട് പിക്ക് ചെയ്യാറുണ്ട്. അതാണ് ഏതിനകത്ത് വരുന്നത്? കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ സിമിലർ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗേറ്റ് റിക്രൂട്ട്മെന്റ്. ഈ പറയുന്നത് പോലെ തന്നെയുള്ള ലേബർ കോൺട്രാക്ടേഴ്സിനെ പോലെ തന്നെയുള്ളതായ അൺസ്കിൽഡ് വർക്കിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് അൺസ്കിൽഡ് വർക്കേഴ്സിനെയാണ് നമ്മൾ എന്തിനകത്ത് എടുക്കുന്നത്? ഗേറ്റ് റിക്രൂട്ട്മെന്റിനകത്തും എടുക്കുന്നത്. ഗേറ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഓർഗനൈസേഷൻ, അതായത് ആയിരക്കണക്കിന് എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്നതായ അല്ലെങ്കിൽ 100 കണക്കിന് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതായ ഓർഗനൈസേഷനിൽ നോർമൽ വർക്കേഴ്സ് പഞ്ച് ചെയ്ത്, അതായത് അവര് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അകത്ത് കയറി കഴിയുമ്പോൾ 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു 4-5 എംപ്ലോയീസ് ലീവായിരിക്കും. അങ്ങനെ വരുന്ന ലീവ് വേക്കൻസി അന്നത്തെ ഒരു ദിവസത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും എംപ്ലോയീസ് ആ ഓർഗനൈസേഷന്റെ ഗേറ്റിൽ കാത്തു നിൽക്കാറുണ്ട്. അപ്പം ഈ നോർമൽ വർക്കേഴ്സ് പഞ്ച് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസന്റ് മാർക്ക് ചെയ്ത് അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അവരകത്ത് കയറി കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ കൺസേൺ അതോറിറ്റി ഗേറ്റിൽ ഒരു അനൗൺസ്മെന്റ് നടത്തും. ഇത്ര എംപ്ലോയീസിനെയും കൂടി ആവശ്യമുണ്ട്, താല്പര്യമുള്ളവർക്ക് വർക്കിങ്ങിന് കയറാം. 10 പേര് അല്ലെങ്കിൽ 5 പേര് അല്ലെങ്കിൽ 15 പേര്. ഈ പറയുമ്പോൾ ഫ്രണ്ടിൽ കാത്തു നിൽക്കുന്നതായ, ഗേറ്റിൽ കാത്തു നിൽക്കുന്നതായ നോർമൽ പേഴ്സൺസിൽ നിന്ന് ആ കാറ്റഗറിയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളതായ ആൾക്കാര് അവരെന്ത് ചെയ്യുന്നു? അകത്തേക്ക് കയറുന്നു. നെക്സ്റ്റ് എക്സ്റ്റേണൽ സോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ലീസിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറുകളിൽ ഒക്കെ ഈ ലീസിംഗ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സംസ്ഥാനത്തെ പോലീസ് വിഭാഗം നടത്തുന്ന ഒരു കമാൻഡോ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അവര് മിലിറ്ററിയിൽ നിന്ന് കമാൻഡോ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നതായ കമാൻഡോസിനെ ആ പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലീസിങ്ങിന് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു എക്കണോമിക് ക്രൈസിസ് വരുമ്പോൾ, ആ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സൺസിനെ പല രാജ്യങ്ങളും ഈ പറയുന്നതായ ഇന്റർനാഷണൽ ഏജൻസീസ് ആയ IMF, IBRD തുടങ്ങിയതായ ഏജൻസികളിൽ നിന്ന് ലീസിംഗിന് എടുക്കാറുണ്ട്. ഈ തരത്തിലുള്ളതായ ലീസിംഗ് ആക്ടിവിറ്റി ഇപ്പോൾ സിവിൽ സർവീസ് പേഴ്സൺസിന്റെ കേസിലൊക്കെ ക്യാരി ഔട്ട് ചെയ്യപ്പെടാറുണ്ട്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ പർട്ടിക്കുലർ ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്കില്ല് കൊണ്ട് സാധിക്കില്ല എന്ന് കാണുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പുറത്തു നിന്ന് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലീസിംഗിന് എടുക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലീസിംഗ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ external sources of recruitment. Okay. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. 3 മെത്തേഡ്സ് ആണ് സാധാരണഗതിയിൽ ഓർഗനൈസേഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിനകത്ത് തന്നെ 2 രീതികളുണ്ട്. ഒന്ന്, ഒരു ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് എവിടെയാണോ കാൻഡിഡേറ്റ്സ് ഉള്ളത്, മോസ്റ്റ് പ്രോബബ്ലി ഈ ടെക്നിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസ്, അതായത് ഈ ബിടെക് കോളേജസ്, അങ്ങനെ പാരാമെഡിക്കൽ കോളേജസ്, അല്ലെങ്കിൽ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്, അങ്ങനെയൊക്കെ ഉള്ളതായ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ട് ആ ഓർഗനൈസേഷനിലെ ജോലി ചെയ്യാനായിട്ട് കാലിബർ ഉള്ളതായ പേഴ്സൺസ് ഉള്ളതോ ആയ സ്ഥലത്ത് ഈ പേഴ്സൺസ് ഡയറക്റ്റ്ലി പോകുന്നു. എന്നിട്ട് അവരോട് ആ ഓർഗനൈസേഷനെ കുറിച്ചും ആ ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്നതായ പ്രസന്റ് വേക്കൻസീസിനെ കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവരെ ഇൻസ്പയർ ചെയ്ത് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുന്നു. അതാണ് ഡയറക്റ്റ് മെത്തേഡിനകത്തെ ഫസ്റ്റ് വേ. സെക്കൻഡ് വേ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു വേക്കൻസി അല്ലെങ്കിൽ ഈ രീതിയിലുള്ളതായ ഇത്ര വേക്കൻസീസ് ഓർഗനൈസേഷനിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സോ ഈ ഒരു സാഹചര്യം വരുമ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യും? അവർ ചെന്ന് അവരുടെ ഫ്രണ്ട്സിനോട് പറയും, റിലേറ്റീവ്സിനോട് പറയും, കസിൻസിനോട് പറയും, സൊസൈറ്റിയിൽ പറയും. അങ്ങനെ സൊസൈറ്റിയിൽ മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. എന്ത്? ഓർഗനൈസേഷനിൽ ഈ തരത്തിലുള്ളതായ വേക്കൻസീസ് ഒക്കർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതറിയുന്നതായ ആൾക്കാര് ഓർഗനൈസേഷനിലെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. സോ ഇങ്ങനെ
രണ്ട് മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് മെത്തേഡ് ആക്ടിവിറ്റി ഓർഗനൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ നേരിട്ട് ചെല്ലുന്നില്ല, പകരം ഒരു മീഡിയം യൂസ് ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ മാഗസിൻസ്, അല്ലെങ്കിൽ ടെലിവിഷൻസ് പോലെയുള്ളതായ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് പോലെയുള്ളതായ മീഡിയംസ് യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷനിൽ വരുന്നതായ വേക്കൻസീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓർഗനൈസേഷനിലെ വേക്കൻസീസ് അറിയിക്കുമ്പോൾ ആ വേക്കൻസീസിലേക്ക് സൊസൈറ്റിയിൽ നിന്ന് ആപ്ലിക്കേഷൻസ് വരുന്നു, ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ. തേർഡ് വൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി മെത്തേഡ്. അതായത് ഓർഗനൈസേഷൻ ഇവിടെ മൂന്നാമതൊരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിനകത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഏതാണ്? റിക്രൂട്ടിംഗ് ഏജൻസീസ്. അങ്ങനെയുള്ളതായ റിക്രൂട്ടിംഗ് ഏജൻസിയെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ആ ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി ഏൽപ്പിക്കുന്നു. ഓർഗനൈസേഷൻ തങ്ങൾക്ക് ആവശ്യമുള്ളതായ കാൻഡിഡേറ്റ്സിന്റെ മാറ്റേഴ്സ്, അതായത് മാറ്റേഴ്സ് മീൻസ് അവർ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം, അവരുടെ സ്കിൽ ലെവൽ എങ്ങനെയായിരിക്കണം, അവരുടെ കാലിബർ എന്തായിരിക്കണം എന്നൊക്കെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ളതായ കാൻഡിഡേറ്റ്സിനെ ഈ റിക്രൂട്ടിംഗ് ഏജൻസി ആർക്ക് വേണ്ടിയിട്ട്? ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കണ്ടെത്തുന്നു. അതായത് മൂന്നാമതൊരാൾ ഫസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പേഴ്സൺസിനെ സെക്കൻഡ് പാർട്ടിയെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. These are the explanation regarding recruitment, sources of recruitment and method of recruitment. Next topic in the session is selection. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റിനകത്ത് നമ്മൾ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ആരെല്ലാം എന്ന് കണ്ടെത്തുകയും അവരെ മോട്ടിവേറ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ ഓർഗനൈസേഷനിലെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഈ തരത്തിലുള്ളതായ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് എത്തുന്നു. ഇതിൽ നിന്ന് ആ ഓർഗനൈസേഷന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്, അതായത് ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ് എന്ന് കണ്ടെത്തി അവരെ ഓർഗനൈസേഷനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ബാക്കിയുള്ള ആപ്ലിക്കൻസിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്, സെലക്ഷൻ ആണ് നടക്കുന്നത്. സോ we are thinking about the definition of selection. According to Daily Order, selection is the process in which candidates for employment are divided into two classes. അതായത് നമ്മുടെ ആപ്ലിക്കൻസിനെ രണ്ടായിട്ട് തിരിക്കുന്നു. എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതായ കാൻഡിഡേറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. Those who are to be offered employment and those who are not. ആർക്കൊക്കെ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളവരെ ഒരു ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരെ മറ്റൊരു ഗ്രൂപ്പായിട്ടും, ഇങ്ങനെ ആപ്ലിക്കൻസിനെ രണ്ടായിട്ട് തിരിച്ച് ആർക്കൊക്കെ ജോബ് കൊടുക്കുന്നു എന്നുള്ളത് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. പറഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞുവെങ്കിലും അതത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല എന്ന് പറയുന്നത് സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഓർഗനൈസേഷൻ ആപ്റ്റ് അല്ലെങ്കിൽ അത് ഓർഗനൈസേഷനിൽ പല പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിന് കാരണം ആകും. അതുകൊണ്ട് തന്നെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് പ്രോസസ്സിലൂടെയാണ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നത്? സെലക്ഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെ
ആണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് സെലക്ഷൻ പ്രൊസീജിയർ. പല സ്കോളേഴ്സും ഡിഫറെന്റ് ലെവൽസ് ഉള്ളതായ സ്റ്റെപ്സ് പ്രോസസ് ആയിട്ട്, ചിലർ 7 സ്റ്റെപ്പായിട്ട്, ചിലർ 10 ആയിട്ട്, ചിലർ 12, 13 സ്റ്റെപ്പുകൾ വരെ ആയിട്ട് സെലക്ഷൻ പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്ത്, പ്രൊസീജിയറിനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതായ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് വൺ, റെസീപ്റ്റ്സ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ദ ആപ്ലിക്കേഷൻസ്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ റിസപ്ഷനിൽ, അതായത് ഓർഗനൈസേഷനിലേക്ക് ആപ്ലിക്കേഷൻസ് എവിടെയാണോ കളക്ട് ചെയ്യുന്നത് അവിടെ ആപ്ലിക്കേഷൻസ് മുഴുവൻ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ആപ്ലിക്കേഷൻസ് സ്ക്രൂട്ടിനി ചെയ്യുന്നു. അതായത് ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ പോസ്റ്റിന് കാലിബർ ഉള്ളവരും കേപ്പബിൾ ആയിട്ടുള്ളവരും അല്ലാത്ത പേഴ്സൺസ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ഷൻ പ്രൊസീജിയറിന്റെ മറ്റ് സ്റ്റെപ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവരുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് അവിടെ വെച്ച് തന്നെ റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ തരത്തിൽ ആപ്ലിക്കേഷൻസ് മുഴുവൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഓരോ ആപ്ലിക്കേഷൻസിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്നതായ ജോബ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷനും സ്പെസിഫിക്കേഷൻസും ഒക്കെ ഉള്ളവർ തന്നെയാണോ ഈ പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട്. സോ ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യുന്നു, അത് സ്ക്രൂട്ടിനി ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ. പ്രിലിമിനറി ഇന്റർവ്യൂവിനകത്ത് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷനെ കുറിച്ചും ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്നതായ ജോബ് വേക്കൻസിയെ കുറിച്ചും അതിന്റെ നേച്ചറിനെ കുറിച്ചും ഒക്കെ ആപ്ലിക്കൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആപ്ലിക്കൻസിന്റെ ബേസിക് എഡ്യൂക്കേഷൻ, അവരുടെ സ്കില്ലുകൾ, അവരുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്റ്റഡ് സാലറി എത്രയാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ളതായ ഒരു ബേസിക് ഇൻഫർമേഷനും കളക്ട് ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് നടക്കുന്നത്, പ്രിലിമിനറി ഇന്റർവ്യൂവിനകത്ത് നടക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നതാണ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ ആപ്ലിക്കൻസിന് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാവുന്ന രീതിയിൽ ഉള്ളതായ ഒരു കുറെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുള്ളതായ ഒരു ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ 2-3 പേപ്പേഴ്സ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനകത്ത് ആപ്ലിക്കൻസ് തങ്ങളുടെ ബയോഡേറ്റ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, വർക്ക് എക്സ്പീരിയൻസ്, കരിക്കുലർ ആക്ടിവിറ്റീസ്, റഫറൻസ്, സാലറി ഡിമാൻഡ്, ഈ പറയുന്നതായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇതിൽ നിന്ന് കൃത്യമായ ഒരു പ്രൂഫ് ആർക്ക് കിട്ടുന്നു? ഓർഗനൈസേഷന് കിട്ടുന്നു. എന്തിനെ കുറിച്ച്? ഈ പർട്ടിക്കുലർ ആപ്ലിക്കൻസിന്റെ ഈ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, ഇങ്ങനെ കിട്ടുന്നതായ ബ്ലാങ്ക് ആപ്ലിക്കേഷൻസ് ഓർഗനൈസേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വെയ്റ്റഡ് മെത്തേഡും 2 ക്ലിനിക്കൽ മെത്തേഡും. വെയ്റ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ സ്കില്ലുകൾക്കും ടാലന്റുകൾക്കും കമ്പനി ഒരു വെയിറ്റ് നിശ്ചയിക്കുന്നു. അതായത് ചില സ്കില്ലുകൾ കൂടുതൽ വേണ്ടിയതായിരിക്കും അതിന് ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട്, അതിന് ഒരു ഹയർ വെയിറ്റേജും, അത്രമാത്രം കാലിബർ ഇല്ലാത്ത, ഇപ്പം ചിലർക്ക് മാത്തമാറ്റിക്കൽ എബിലിറ്റി കൂടുതലായിട്ട് വേണമെന്നില്ല ചില ജോലികൾ ചെയ്യാനായിട്ട്. അപ്പം മാത്തമാറ്റിക്കൽ എബിലിറ്റിക്ക് ഒരു ചെറിയ സ്കോറും ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ടാലന്റുകൾക്കും ട്രേഡ്സിനും വെയിറ്റ് കൊടുത്തുകൊണ്ട്
ആ വെയിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവർ തന്നിരിക്കുന്നതായ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഫില്ല് ചെയ്ത് തന്നിരിക്കുന്നതായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെയിറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവര് തന്നിരിക്കുന്നതായ ബ്ലാങ്ക് ആപ്ലിക്കേഷൻസിനെ ഓൾ ടോട്ടൽ ഇൻഫെയർ ചെയ്തുകൊണ്ട് അവരുടെ രീതിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിക്കൽ വേയിൽ കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ്സ് അടുത്ത ലെവലിലേക്ക് വരുന്നു, ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം. അത് കഴിഞ്ഞാൽ ഈ കാൻഡിഡേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് നോക്കും, അതായത് കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നതായ ബേസിസിൽ ഏറ്റവും ആപ്റ്റായിട്ട് ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് കാലിബർ ഉള്ള പേഴ്സൺ ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ കമ്പയർ ചെയ്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആര് എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയാണ് ഇത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ ഇന്റർവ്യൂ. അതായത് പ്രിലിമിനറി ഇന്റർവ്യൂവിനകത്ത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അതിനകത്ത് പറഞ്ഞു പോകാം. ഇവിടെ നമ്മൾ കാൻഡിഡേറ്റിനെ കുറെ കൂടെ ഡീപ് സെൻസിൽ ഐഡന്റിഫൈ ചെയ്യും. അതായത് നമ്മൾ കട്ട് ഷോട്ട് ചെയ്ത് ഓരോ പീസുകളും, അതായത് ആ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആ പേഴ്സണെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ പറയുന്നത് ടു സൈസ് അപ്പ് ദ കാൻഡിഡേറ്റ് പേഴ്സണലി. ഓക്കെ, ദെൻ സെലക്ഷൻ ടെസ്റ്റിനകത്ത് നമുക്ക് ചോദിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഏതിനകത്ത് ചോദിക്കുന്നു, സെലക്ഷൻ ഇന്റർവ്യൂവിനകത്ത് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നു. ദെൻ കാൻഡിഡേറ്റ്സ് അതിനെ ആൻസർ ചെയ്യുന്ന രീതി, അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ, സ്ട്രെസ് ലെവൽ, അവന്റെ നെർവസ്നെസ്, അവന്റെ വേ ഓഫ് ആക്ഷൻസ്, ഇതെല്ലാം ആര് നോട്ട് ചെയ്യുന്നു, ഇന്റർവ്യൂവർ നോട്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് ആ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. Then the next step is checking reference. നമ്മൾ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോംസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും എന്ന് പറഞ്ഞതിനകത്ത് പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഇത് റെഫറൻസ്. നമുക്കറിയാം, മോസ്റ്റ് പ്രോബ്ലി റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റ്സ് ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നതായ അല്ലെങ്കിൽ ബിലോങ് ചെയ്തിരുന്നതായ ഓർഗനൈസേഷൻസിലെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയോ വെൽ നോൺ ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ എന്തായിട്ട് വെക്കുന്നത്, നമ്മുടെ ബയോഡേറ്റയ്ക്കകത്ത് റെഫറൻസ് ആയിട്ട് വെക്കുന്നത്. ഈ തരത്തില് സെലക്ഷൻ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രീവിയസ് എക്സ്പീരിയൻസിനെ കുറിച്ച്, പ്രസന്റ് സാലറി ഡ്രോയിങ്ങിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസും ഒക്കെ ശരിയാണോ എന്നറിയാനായിട്ട് അവര് പറഞ്ഞിരിക്കുന്നതായ വെൽ നോൺ പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിനെ കുറിച്ചുള്ളതായ ഫീഡ്ബാക്ക് ലഭിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ചെക്കിംഗ് റെഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈനൽ സെലക്ഷൻ. അതായത് ഇതുവരെ ഈ സെലക്ഷൻ പ്രൊസീജിയർ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാഫ് മെമ്പർ ആയിരിക്കും. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഓർഗനൈസിങ്ങിനകത്ത് പഠിച്ചതാണ്. അപ്പൊ സ്റ്റാഫ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ആക്ടിവിറ്റി, ഏത് സെലക്ഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിൽ ഡ്യൂട്ടി ഉള്ളതായ
HR മാനേജരോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജരോ ആയിരിക്കും ഇതുവരെയുള്ളതായ സെലക്ഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഫൈനൽ സെലക്ഷനിൽ വരുമ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റാഫ് മെമ്പർ ഈ കാൻഡിഡേറ്റിനെ ലൈൻ ഓഫീസർ, അതായത് ഈ കാൻഡിഡേറ്റ് നാളെ മുതൽ ഏത് സുപ്പീരിയറിന്റെ അണ്ടറിലാണോ ജോലി ചെയ്യേണ്ടത് ആ സുപ്പീരിയറിനെ ഏൽപ്പിക്കുന്നു. ആ സുപ്പീരിയർ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുപോയി അയാൾ ചെയ്യേണ്ടതായ ജോലിയെക്കുറിച്ചും അയാളുടെ ഡ്യൂട്ടീസിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അതോറിറ്റീസിനെ കുറിച്ചും അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഒരു ഡെമോ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതിലൂടെ ആ കാൻഡിഡേറ്റ് ആ ജോലി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, ആ ലൈൻ ഓഫീസർ, അതായത് അദ്ദേഹത്തിന്റെ ഇനിയും തൊട്ടുള്ളതായ ഹയർ ഒഫീഷ്യൽ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഇവിടെ ആ ലൈൻ ഓഫീസർക്ക് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. എങ്ങനെ? അദ്ദേഹം ഈ പർട്ടിക്കുലർ കാൻഡിഡേറ്റ് ചെയ്യുന്നതായ വർക്കുകൾ കണ്ടു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാകും അവൻ ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണോ, കാലിബർ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാകും. അതിനനുസരിച്ച് അദ്ദേഹം റെക്കമെൻഡേഷൻസ് കൊടുക്കും. ഇനി ഒരു പർട്ടിക്കുലർ ജോബ് അദ്ദേഹത്തിന് അസൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് അത് ചെയ്യാനായിട്ടുള്ള കാലിബർ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പേഴ്സൺ ആ പർട്ടിക്കുലർ ജോബിന് ഫിറ്റ് അല്ല എന്നും മറ്റ് ഏതെങ്കിലും ഒരു പോസ്റ്റിനാണ് അദ്ദേഹം ഫിറ്റ് ആയിട്ടുള്ളത് എന്ന് തോന്നുന്നു എന്നുള്ളതായ റെക്കമെൻഡേഷനും ആര് കൊടുക്കും? ലൈൻ ഓഫീസർ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ആ കാൻഡിഡേറ്റ്സിന്റെ ഫൈനൽ സെലക്ഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം വരുന്നതായ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ. അതായത് കാൻഡിഡേറ്റ് ഫിസിക്കലി ഫിറ്റ് ആണോ, അദ്ദേഹത്തിന് ആ പർട്ടിക്കുലർ ജോബ് അസൈൻ ചെയ്തിരിക്കുന്നതായ ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് ആ കാൻഡിഡേറ്റ് ഫിസിക്കലി ഫിറ്റ് ആണോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഫിസിക്കൽ പോരായ്മയുണ്ടോ, ഓക്കെ, അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ട്രെസ് കൂടുതലായിട്ട് വരുന്നുണ്ടോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻകേപ്പബിലിറ്റീസ്, ഫിസിക്കൽ ഇൻകേപ്പബിലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ. ഇപ്പൊ ആസ്മാറ്റിക് ആയിട്ടുള്ള പേഴ്സൺസിന് പല ജോബുകളും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ഓർഗനൈസേഷൻസിന്. അതുപോലെ തന്നെ ഐസൈറ്റിന്റെ വ്യൂ, ചില ജോബുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ്. ഹൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ഹൈറ്റിനേക്കാൾ കൂടുതലായിട്ട് ഈ പറയുന്നതായ പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസിന്റെ പ്രസൻസ് അതുണ്ടോ. ഇത് മാത്രമല്ല, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടല്ലോ, അങ്ങനെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉള്ള പേഴ്സൺ ആണെങ്കിൽ ആ ഡിസീസ് ഈ പർട്ടിക്കുലർ എംപ്ലോയിയെ ആ ഓർഗനൈസേഷനിലേക്ക് എടുത്താൽ ആ ഓർഗനൈസേഷനിലെ മറ്റ് എംപ്ലോയീസിലേക്കും പകരുന്നതിന് കാരണമാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കൺസേൺ എംപ്ലോയിയെ ഓർഗനൈസേഷനിലേക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെയുള്ളതായ സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മൾ എവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഫിസിക്കൽ എക്സാമിനേഷനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. Then the next one എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പേഴ്സണെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഫൈനലി അസൈൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് ജോബ് ഓഫർ കൊടുത്ത് അദ്ദേഹവുമായിട്ട് ആ കാൻഡിഡേറ്റുമായിട്ട് ജോബ് കോൺട്രാക്ട് സൈൻ ചെയ്ത് അദ്ദേഹത്തെ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ആ ജോലിയിലേക്ക് പ്ലേസ് ആക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ജോബിനെ കുറിച്ച് ഉള്ളതായ പൂർണ്ണ വിവരങ്ങളും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷന്റെ വർക്കിംഗ് പാറ്റേണും അതിൻ്റെ നേച്ചറും അതിൻ്റെ പോളിസീസും പ്രൊസീജിയേഴ്സും ആ ഓർഗനൈസേഷനിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതായ പ്രോഗ്രാമുകളും അവിടുത്തെ ഡിസിപ്ലിനറി മാറ്റേഴ്സും ഒക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതായ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ന് പറയുന്നത്? ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ ഈ തരത്തിലുള്ളതായ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സയന്റിഫിക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഒരു കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്.
ഇത്രയുമാണ് സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചുള്ളതായ എക്സ്പ്ലനേഷൻ. ഞാൻ വിചാരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെലക്ഷൻ എന്താണെന്നും സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. താങ്ക് യു.